എന്തൊക്കെയാടാ ഇത്? എവിടുന്ന് വരുന്നു? ഒരു വഴിക്ക് പോയതാ. അപ്പൊ മാർക്കറ്റിൽ വന്നപ്പോ നല്ല മീൻ കിടക്കുന്നു. അത് കുറച്ച് വാങ്ങി 2 കിലോ പോത്തും വാങ്ങി. മോള് കഴിഞ്ഞിട്ടില്ലേ രമിനിക്കുട്ടി? അമ്മയും മോളും കൂടെ രാവിലെ അമ്പലത്തിൽ പോയിരിക്കുക. ഇന്നെന്താ ദിവസം എന്നറിയോ? എന്താ? ഞാൻ സതിയെ കല്യാണം കഴിച്ചതിന്റെ 6ാം വാർഷികമാണ് ഇന്ന്. അയ്യോ, കഴിച്ചതെന്നൊന്നും പറയണ്ട, കഴിപ്പിച്ചതെന്ന് പറ. അന്ന് ഞാനില്ലായിരുന്നെങ്കിൽ ഇന്ന് നിന്റെ ചരമദിനമായിരുന്നേനെ. ചാട്ടം ചേരാനല്ലൂരുകാർ ഓരോ എല്ലും ഊരി എടുത്തേനെ. ഇന്ന് നമുക്ക് ആഘോഷിക്കലടാ, കലക്കി പൊളിക്കാം. ഇഷ്ടം പോലെ കാശുണ്ട്. എന്തായിരുന്നു കോള്? തല്ലോ കുടി ഒഴിപ്പിക്കലോ? അതൊന്നുമല്ല, ഒരു കല്യാണം. കല്യാണം നടത്തലോ കലക്കലോ? ഒരു കല്യാണം കഴിച്ചു. ആര്? ഞാൻ. കല്യാണം കഴിച്ചെന്നു? നീ എന്തായി പറയുന്നേ? എന്നിട്ട് പെണ്ണെവിടെ? ഞാനെങ്ങനെ അറിയാനാ? കഴിക്കാൻ പറഞ്ഞു, കഴിച്ചു. നമ്മുടെ ജോലി തീർന്നു. നല്ല കാശും കിട്ടി, നമ്മൾ പോന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ നിനക്ക് മനസ്സിലാവണമെങ്കിൽ മറ്റേ ഭാഷ പറയണം. എടാ, ഒരു ഉത്തരവാദിത്വമില്ലാതെ ഒരു പെണ്ണിനെ വെറുതെ കല്യാണം കഴിക്കൂ? പെണ്ണിനെ അല്ലാണ്ട് പിന്നെ ആണിനെ കല്യാണം കഴിക്കുവോ? ഉത്തരവാദിത്വമൊക്കെ വയറ്റിലുണ്ടാക്കിയവന്. ആണായാലും പെണ്ണായാലും ഗർഭം ഉണ്ടായാലും ഇല്ലേലും ശരി, കാശ് കിട്ടിയാൽ ഞാൻ കഴിക്കും. പോക്കരത്തരത്തിനോട് നേരം നിറയും. ചെറ്റത്തരമല്ലേ നീ കാണിച്ചേ? രാമു, വേണ്ടാത്ത കാര്യത്തിന് ചൂടാവരുത്. ഇന്നൊരു നല്ല ദിവസമാണ്, അത് കുളവാക്കല്ലേ. നല്ല ദിവസം? എന്ത് യോഗ്യമുണ്ടോ നിനക്ക് പറയാൻ? നിന്നെയൊക്കെ മുക്കാലേക്കെട്ട് അടിക്കാൻ വേണ്ടേ? മാറി കാടുകൊണ്ടാ മോനെ. തേങ്ങ കൊല. നീയാണ് ചെയ്ത് പറയാൻ? എന്റെ അച്ഛനോ അതോ കൂടെ പറപ്പോ? ഞാൻ നിന്റെ ആരുമല്ലേ? നീ എന്റെ ഒരു പുല്ലുമല്ലടാ. ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞ അടിച്ചതിന്റെ കാരണം ഞാൻ പൊളിക്കും. ഞാൻ നിന്റെ ആരുമല്ലടാ, ഒന്നില്ലാത്ത പട്ടി. അവന്റെ അമ്മയെ നമ്മൾ അവന്റെ ആരും അല്ലടി. ഇറങ്ങി പോടാ അവിടുന്ന്. ഇന്നത്തോടെ തീർന്നിരിക്കുന്നു. നീ എന്നെ മുറ്റത്തെ ഒട്ടി പോരുത്. പോ. എന്തൊക്കെയാണ് രാമോട്ടെ കാണുന്നത്? എനിക്കൊന്നും മനസ്സിലാവില്ല. നീ ഒന്നും മനസ്സിലാക്കണ്ട. അതോ ചോറും കൂട്ടാനുണ്ടാകും നോക്ക്. ചെല്ല് ചെല്ല്. ഈ മണം കേട്ടാ മതി നാരായണേട്ടന് കൊതി പിടിക്കാൻ. ഇത്തിരി കൂടിപ്പോയി. അടിച്ചിറക്കിയ പോലെ ആയില്ലേ? എന്നെ അന്യനാക്കിയാ ഞാൻ സഹിക്കണോ? ഞാനും നീയും മോളും അവൻ ആരും അല്ലാന്ന്. വേണ്ട. ദേഷ്യം പിടിച്ചപ്പോ അങ്ങനെ ഒന്ന് പറഞ്ഞു പോയെന്ന് വെച്ച് വാക്കിലല്ല കാര്യം, പ്രവൃത്തിയില്ല. ഒരുമിച്ച് ഉറങ്ങി വളർന്നിട്ടും മനസ്സിലായിട്ടില്ല ഇതുവരെ. എന്റെ സ്വഭാവം അവനും മനസ്സിലാക്കണ്ടേടി. എന്തായാലും ഇന്നത്തെ ദിവസം തന്നെ വഴക്കൂടി പിരിഞ്ഞല്ലോ. അന്ന് ഓർക്കുന്നുണ്ടോ? 2 എണ്ണത്തിനും കൊന്നു കുഴിച്ചു മൂടുമെന്ന് പറഞ്ഞ് നാട്ടുകാർ വടിയും കത്തിയായിട്ടിരിക്കുമ്പോഴാ നാരായണേട്ടൻ ഒറ്റയ്ക്ക് വന്ന് എന്നെ ഇറക്കിക്കൊണ്ട് വന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കൂ? ഇപ്പൊ ഞാൻ പോയി കാല് പിടിച്ചോണ്ടോണെന്നാ പറയുന്നേ? രാമോട്ടന്റെ ഇഷ്ടം. എന്റെ ഇഷ്ടം നോക്കണ്ട, നിന്റെ ഇഷ്ടം. ഞാൻ പോയി വിളിക്കാം, പക്ഷെ വന്നില്ലേലുണ്ടല്ലോ പിന്നെ മരിക്കുന്നവരെ ഞാൻ മിണ്ടത്തില്ല. പുള്ളി കാണി ചോദിച്ചല്ലേ, നല്ല മണം കിട്ടി. പിന്നെ 2 ഗ്ലാസും കുറച്ച് വെള്ളവും എടുത്തു. തൊട്ട് നിൽക്കാൻ എന്തെങ്കിലും കൂടി. എടാ ഇടിയൻ കഴിവേറി, നിന്റെ വായിൽ വല്ല പഴവും തള്ളിയിട്ടുണ്ടാ? ഇന്നാ പൊട്ടിച്ച് കേറ്റ്. പോടാ നത്തെ. നത്ത നിന്റെ അച്ഛൻ. ഇങ്ങോട്ടിരിക്കാം. ഒന്ന് എണീറ്റേ സാറേ. വേണ്ട. ആരായവൻ? പുതിയതായിട്ട് വന്നൊരു എഞ്ചിനീയറാ. പാവാ. സ്കൂട്ടർ പഞ്ചറായിട്ട് ഒട്ടിക്കാൻ വേണ്ടി വന്നതാ. ആ നത്തിനെ കണ്ടോ? ഇന്ന് ഇങ്ങോട്ടൊന്നും കണ്ടില്ല. ഇന്നലെ രാത്രി ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. വന്നാ ഞാൻ അന്വേഷിച്ചിട്ട് പറഞ്ഞു. കുടിക്കാൻ എന്തെങ്കിലും?
ഓ എന്റെ പൊന്നു സാറേ, അങ്ങനെ കണ്ടപ്പോ ഒന്ന് എണീക്കാൻ പാടില്ലായിരുന്നു. ഭാഗ്യം കൊണ്ടൊന്നും മിണ്ടിയില്ല. ആരാ ഇയാള്? അറിയില്ലേ, കരീം ഭായ്. ബോംബെയിലായിരുന്നു. ബോംബെ കിടുകിട ഉറപ്പിച്ചാനാ. 4-5 കൊല്ലമായിട്ട് ഇപ്പൊ നാട്ടിൽ തന്നെയാ. നമ്മുടെ ഹൈദരാലി ഒതുക്കിയത് മൂപ്പരാ. ഹൈദരാലിയെ കേട്ടിട്ടില്ലേ? ഇല്ല. ഇല്ലേ? ഈ രാജ്യം ഭരിച്ചിരുന്ന ഹൈദരാലിയാ. മലബാറിൽ പോയി വെട്ടും തടയൊക്കെ പഠിച്ചു വന്ന ആളാ. എന്താ കാര്യം? കരീം ഭായിയുടെ ഒറ്റ ഇടിയാ. അപ്പ ഛർദിച്ചു 2 ഇടം കഴി ചോര. എന്നിട്ട് ആള് മരിച്ചോ? 8-ാം പൊക്കം. കേസൊന്നും ഉണ്ടായില്ലേ? എന്ത് കേസ്? കൊല്ലും കൊലയൊക്കെ മൂപ്പരൊക്കെ ഒരു കുട്ടിക്കളിയാ. പക്ഷെ നമ്മുടെ അടുത്തൊക്കെ വളരെ ഡീസന്റാ. ഈ നത്തായിട്ട് എന്താ ബന്ധമെന്നാ ഞാൻ ആലോചിക്കുന്നത്. ആരെയും നത്ത്? ഒന്ന് വെച്ചാ 2, 2 വെച്ചാ 4. ആർക്കും വെക്കാം, എവിടെ വെക്കാം. വെച്ചോളി. ക്ലാറിന്റെ കളം കാലിയാണ്. വെച്ചോളി. 50 വെച്ചാ 100 വെച്ചോളി. ക്ലാവറിൽ വെക്കണ്ട, ആറ്റിൽ വെച്ചോ. ക്ലാവർ ചതിയനാ. ഞാൻ പറഞ്ഞു കേട്ടോ, മറ്റേ കാശിഞ്ഞും പോവും. 2 വെച്ചാ 4. 1 വെച്ചാ 2. പൊക്കാൻ പോകുന്നു. 1 2 3 ആ കമ്പനിക്ക് കള്ളക്കളി കളിച്ച് കാശ് പിടുങ്ങുന്ന പന്നി. എന്റെ 300 രൂപ നീ പിടുങ്ങി. നിന്റെ കള്ളക്കളി നീ അവസാനിപ്പിക്കടാ പട്ടി. നാരായണ ചതിക്കരുത്, പാവാണ്. പോയിക്കോ. ഒന്ന് പറഞ്ഞ കത്തി 2ാമത് കുത്ത്. അതാണ് നത്ത്. ഇതിനെ കരീംബായി. അതിന് ഞമ്മക്കെന്താ? അയാളെ പണിയോട്ടെ. എന്താ പേടിയുണ്ടോ? ഏയ്, നമ്മളെന്തിനാ പഠിക്കുന്നത്? പോവാ. എടാ തത്തേ, എന്തോ ഇവിടെ വാ. ഞാൻ ചെല്ല്. ആ വിളിക്കണേ. നീ ഇവിടെ വാ. ഞാൻ എന്തിനാണ് നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നിടത്ത്? ചെല്ലേന്ന്. ഇവിടെ വരാനല്ലേ പറഞ്ഞ? ആ പെണ്ണെവിടാ? ഏത് പെണ്ണ്? നീ കെട്ടിയ പെണ്ണ്. കിട്ടിയ പെണ്ണോ? കള്ളക്കളി കളിച്ചാ 2ന്റെ എല്ലി ഓടിക്കും. നിങ്ങളൊക്കെ എങ്ങോട്ട് പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നൊക്കെ കരിമിനറിയാം. എവിടാ അവള്? എനിക്കറിയില്ല. കിട്ടിയ അന്ന് തന്നെ ഞാൻ പോകുന്നു. എത്ര കാശ് കിട്ടി? 5000 രൂപ. 2000 കിടക്ക്. ഞാൻ പറഞ്ഞു വിട്ട തൊഴിൽ ചെയ്തിട്ട് കിട്ടിയതിന്റെ ഒരു പങ്ക് വീട്ടിലെത്തിക്കാൻ പാടില്ല അല്ലടാ? അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എന്നാൽ ഇപ്പറഞ്ഞോ, നിന്നെ വിളിക്കാൻ പറഞ്ഞ ഞാനാ. കാശെടുക്ക്. എന്റെ 10 പൈസ ഇല്ല. വേണ്ട. പെണ്ണ് കെട്ടിട്ട് ഒരു വാക്ക് മുണ്ടിയില്ലല്ലേ പായ. പോയി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടേ. നമ്മളെ ശാന്തമ്മയുടെ കൂടെ താമസിപ്പിച്ചാൽ എന്താ കാശ്? ഞാൻ പോവാൻ എനിക്ക് ഓട്ടമുണ്ട്. നിനക്ക് ഓട്ടം ഉണ്ടാവുമല്ലോ, കാശ് തീർന്നല്ലോ. എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ നിങ്ങളെ കുറെ ദിവസമായി അന്വേഷിക്കണു. നാരായണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആർക്കും മനസ്സിലാവണില്ല. ഒരു പക്ഷിയുടെ പേരിൽ അറിയപ്പെടുന്നതല്ലേ? അത് ചില തന്തയില്ലാത്തവന്മാരെ സൂക്കടാ. എന്നെ നേരിട്ട് വന്ന് പറഞ്ഞാൽ ഞാൻ പുളിച്ചു പറഞ്ഞു കൊടുത്തേനെ. അയ്യോ, ഞാനിങ്ങനെ വിളിക്കൊന്നുമില്ല. നിങ്ങളില്ലായിരുന്നെങ്കിൽ എന്റെ 10 പവൻ പോയേനെ. അന്ന് എന്റെ കൈ കാശില്ലായിരുന്നു. ദേ, ഇപ്പോഴെങ്കിലും തരാൻ തോന്നിയല്ലോ. ഇനിയും വല്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ വന്ന് കണ്ടാ മതി. ചെറിയ തുക വല്ലതും വേണമെങ്കിൽ തരാം. പേരെന്താ? ആശ. ദേ, ആ സ്കൂളിനടുത്താ താമസം. എവിടെയാ വീട്? വീട് തന്നെ. ജോലി ഇങ്ങനെ സഹായിക്കാം. ആരെ എന്തിനു സഹായിക്കാം. അപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാ വരുമല്ലേ? പിന്നെ പക്ഷെ കാശ് തരണം. പിന്നെ അന്വേഷിക്കുമ്പോ വെറും ആരാണെന്ന് പറഞ്ഞാൽ ചിലപ്പോ പിടികിട്ടിന്ന് വരില്ല. നേരത്തെ പറഞ്ഞ പക്ഷിയുടെ പേരൂടെ പറഞ്ഞാൽ മതി. അതെ. ഒരു പ്ലേറ്റ് ഇറച്ചും കൂടെ എടുത്തേ. ഇത് എത്രാമത്തേടെ നാരായണ? തനിക്ക് മുടക്കൊന്നുമില്ലല്ലോ. എന്നാലും ഒരു മര്യാദ വേണ്ടേ? കഴിക്കട്ട് പയലിച്ചേട്ടാ, ഒറ്റ തടിയല്ലേ. എടാ നാരായണ, നിന്നെ അന്വേഷിച്ച ഒരാൾ വന്നിരിക്കണേ. ആരാണെന്ന്? നീ ആള് കാഞ്ഞ വിത്താണല്ലോടാ. ഞങ്ങളെ ഒന്ന് അറിയിക്കാൻ നീ കാര്യം ഒപ്പിച്ചോളഞ്ഞല്ലേ? ദേ ഇവിടെ ഉണ്ടിട്ടാ. എന്റെ നാരായണൻ ചേട്ടാ, എന്നെ ഒറ്റയ്ക്കാക്കി പറ്റിച്ചു പോന്നില്ലേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? കരയില്ലെന്ന്. എന്ത് പ്രശ്നമായാലും നമുക്ക് സമാധാനം ഉണ്ടാക്കാലോ. എന്ത് കഷ്ടാടാ നീ കാണിക്കണേ? കെട്ടി പെണ്ണിനെ ആരെങ്കിലും കരയിപ്പിക്കോ? അത് ഞാനങ്ങനെ ശരിക്കും കെട്ടിയിട്ടൊന്നുമില്ല. അത് കൊള്ളാവില്ലോ. ആരാ പറഞ്ഞ എന്നെ കെട്ടിയിട്ടില്ല എന്ന്? കൃഷ്ണന്റെ മുമ്പിൽ വെച്ച് എന്റെ കഴുത്തിൽ താലി കെട്ടിയതും മാല ഇട്ടതും ഒക്കെ അങ്ങ് മറന്നോ? ഏത് കൃഷ്ണൻ? ഭഗവാൻ കൃഷ്ണൻ. അന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ഒരു വീട്ടിൽ കഴിയുകയും ചെയ്തു. നേരാവണോ ഇവിടെ പറയണത്? മാലയിട്ട് നേരാണ്. ഒരുമിച്ച് കുറച്ചു നേരം ഒരു വീട്ടിലുണ്ടാകുകയും ചെയ്തു. പക്ഷെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല.
ഇവരുടെ കെട്ടികളൊന്നുമല്ല. അയ്യോ എന്റെ ഈശ്വരാ, ഞാൻ ചാവേ ഉള്ളൂ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ ഇപ്പൊ കിട്ടും. ഇവിടെ പറ്റില്ല. ഇത് എന്റെ കടയാ. ഭാര്യം ഭർത്താവ് വേഗം പുറത്തേക്ക് ഇറങ്ങിയേ. എത്ര കാശായി? 19 രൂപ. നാരായണേട്ടാ, അവിടെ നിൽക്ക് നാരായണേട്ടാ. ഇത് എങ്ങോട്ടായി പോന്നേ നാരായണേട്ടാ? എങ്ങോട്ടാ നാരായണേട്ടായി പോന്നേ? എന്നെ വീട്ടിലോട്ട് കൊണ്ടുപോകും. എനിക്ക് വീടില്ലടി. എന്നാ എന്റെ കൂടെ വാടക വിടാനല്ലേ നമുക്ക് അവിടെ കഴിയാം. ഞാൻ എന്തിനാ അങ്ങോട്ട് വരുന്നേ? എന്നെ നാട്ടിക്കാൻ വന്നിട്ടല്ലോ ചവിട്ടി ഒരു കൊടുക്കണം ഞാൻ. എടാ നാരായണ അവള് പറയുന്നു. അവന്റെ അമ്മയുടെ ഒരു മധ്യസ്ഥം. ദേ എന്നോട് കളിച്ചാണ്ടല്ലോ കൊന്നേം കടലിൽ തത്തും. ആ നാ, ഇനി മേലാൽ ഈ പരിസരത്ത് കണ്ടുപോരും. 100 രൂപയോ? ഇതുകൊണ്ട് ഞാൻ എങ്ങനെ ജീവിക്കുന്നേ? നോക്കട്ടെ. ഞാൻ പോട്ടെ, എന്നെ മറക്കരുത്. ഒഴിവ് കിട്ടുമ്പോ അങ്ങോട്ട് വരണം, ഞാൻ കാത്തിരിക്കും. കള്ളൻ മോൻ കണ്ടില്ലേ, ഒരു ഗൗരവം. ഒന്ന് ചിരിച്ചേ. പോട്ടെ. ഇരിക്കും. ഞാൻ നിന്നോളാം സാർ. നിൽക്കാനാണെങ്കിൽ പുറത്തു പോയി നിൽക്കാം. എന്നെ കണ്ട് സംസാരിക്കാനാണ് വന്നെങ്കിൽ ഇവിടെ ഇരിക്കാം. എന്താ കാര്യം? നമ്മുടെ ബില്ല് മാസം 1 ഞാൻ കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. ഈ ആയുസ് മുഴുവൻ നടന്നാലും ഞാൻ ഒപ്പിട്ടത് പാസ്സാവാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, കള്ളപ്പണിക്ക് കൂട്ടുവെക്കാനെ കിട്ടില്ല. അയ്യോ, ഞങ്ങൾ കള്ളപ്പണിയൊന്നും ചെയ്യാറില്ല സാർ. വളരെ സത്യസന്ധമായിട്ട് പണി നടത്തുന്ന കമ്പനിയാണ് ഞങ്ങളുടെ. ഞാൻ കേട്ടിട്ടുണ്ട്, പണ്ട് 1,00,000 വീടുകളുടെ ഈ ജില്ലയിലെ മുഴുവൻ കോൺട്രാക്ട് നിങ്ങൾക്കായിരുന്നില്ലേ? അതെ. അതിൽ ഇടിഞ്ഞു വീഴാത്ത ഏതെങ്കിലും ഒരു വീട് ബാക്കിയുണ്ടോ? അത് പ്രതികൂലമായ കാലാവസ്ഥയില് കാറ്റിലും മഴയിലും ഞാൻ കാല് പിടിക്കാം സാർ. അപ്പൊ കാറ്റും മഴയും വെയിലും ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് വേണം വീട് വെക്കാൻ, അല്ലേ? അങ്ങനെയല്ല. ഈ കോൺട്രാക്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നടക്കണം. അത് മഴയത്ത് മണ്ണാങ്കട്ട പോലെ അലിഞ്ഞു പോരുത്, കാറ്റത്ത് കരിയില പോലെ പറന്നും പോരുത്. മനസ്സിലായോ? മനസ്സിലായി. ഇനിയുള്ള പണി സാറ് പറയുന്ന പോലെ ചെയ്തോളാം. ഇപ്പൊ പണിതിടത്തോളം പൊളിച്ചു പണിയണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുത്തുപാലെടുക്കും സാർ. അത് നിങ്ങളുടെ കാര്യം. പക്ഷെ ബില്ല് ഞാൻ ഒപ്പിടണമെങ്കിൽ അതൊക്കെ ചെയ്തേ പറ്റൂ. ഇത്തിരി മനുഷ്യത്വം കാണിക്കണം സാർ. മനുഷ്യത്വമാണ് ഞാനിപ്പോ കാണിക്കുന്നത്. ഒരാഴ്ചക്കുള്ളിൽ കള്ളപ്പണിയൊക്കെ അഴിച്ചുപെടുന്നില്ലെങ്കിൽ ഞാനതിൽ ഒബ്ജക്ഷൻ നോട്ട് ചെയ്തു. അതിന്റെ ബുദ്ധിമുട്ട് അറിയാലോ അല്ലേ? എന്നാ പോണം. ഓടോ. എന്റെ സ്വഭാവം അവന് ശരിക്കും അറിയാത്തോണ്ടാ. ഞാൻ താഴേണ്ട അടുത്ത് ഭൂമിയോളം താഴും. പക്ഷെ ഇടഞ്ഞാണ്ടല്ലോ കൊല്ലും, ഞാൻ കൊല്ലും. നിങ്ങൾ വേണ്ടാത്തൊന്നും പറയല്ലേ. പിന്നെ എന്ത് ചെയ്യണമെന്നാ സാറ് പറയുന്നത്? 1ഉം 2ഉം അല്ല, ലക്ഷക്കണക്കിന് രൂപയാണ് ബ്ലോക്കായിട്ട് കിടക്കുന്നത്. അതവന്റെ അപ്പം തരൂ. ഞാൻ പറയാവുന്നതൊക്കെ പറഞ്ഞു നോക്കി. അയാള് പിടിച്ച മുയലിന് 3 കൊമ്പാ. ബില്ല് എന്റെ മേശപ്പുറത്ത് വന്നാലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അവന് ഒപ്പിട്ടിട്ട് സാറിന്റെ മേശപ്പുറത്ത് ബില്ല് എത്തലുണ്ടാവില്ല. പിന്നൊരു വഴിയുണ്ട്. അയാളെ ട്രാൻസ്ഫർ ചെയ്യിക്കണം, അല്ലെങ്കിൽ ഒരു ലോങ് ലീവ് പറ്റുമോ? അതൊന്നും ഉടനെ നടക്കുന്ന കാര്യമല്ല. നടക്കും. ലീവ് എടുപ്പിക്കാം. എങ്ങനെ? വഴിയുണ്ട്. എന്റെ ഒന്നുമില്ല ഭായി. അതിന് ഈ കള്ളത്തനം കാണിക്കണോടാ സൈത്താൻ. നിനക്കൊരു വേല ചെയ്യാമോ? എന്ത് വേലയാ? ഒരാളെ ഒന്ന് ഒതുക്കാമോ? ചെറുതായിട്ടാണെങ്കിൽ. ചെറുതല്ലെങ്കിൽ നിന്നെ വിളിക്കുവോ? കയ്യോ കാലോ ഓടിച്ചാ മതി. ആളെങ്ങനെയാ? നിന്റെ എത്ര ഉണ്ടാവും? നേരിട്ട് മുട്ടണ്ട, നല്ല കാശ് വാങ്ങി തരാം. ഒരു 2000 കിട്ടുമോ? 10 പറഞ്ഞിട്ടുണ്ട്. 5 എനിക്ക് എത്തിച്ചേക്കണം. ആളാരാ? അയ്യപ്പൻ നായർ. അയ്യപ്പൻ നായരോ? അയ്യപ്പൻ നായരെ കണ്ടാൽ ആളും ഡീറ്റെയിൽസും കിട്ടും. ഏറ്റോ? ഏറ്റു.